അക്കു ആൻഡ് കമ്പനിയിലേക്ക് ഏവർക്കും സ്വാഗതം. കാഴ്ചകൾക്കപ്പുറമുള്ള വിശ്വാസം, ആ വിശ്വാസത്തിലേക്ക് നയിച്ച കഥകൾ, ഇവയൊക്കെയാണ് എൻ്റെ മനസ്സിനുള്ളിൽ തെയ്യപ്പറമ്പ് ജീവൻ നൽകുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് വസൂരിമാല ഭഗവതിയുടെ നാളുനീണ്ട അവഗണനയുടെയും കഷ്ടതകളുടെയും വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും എല്ലാത്തിനും ഒടുവിൽ തൻ്റെ സ്വത്വം തിരിച്ചറിഞ്ഞ് ജീവന് കാവലാളായി മാറിയ ആ കഥ കേട്ടാലോ? വസൂരിമാല തെയ്യത്തിന്റെ കഥ എന്തെന്നൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും ഐതിഹ്യമാലയും പുരാണ കഥകളും ഒക്കെ ആയി ബന്ധിപ്പിച്ച കഥകളാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവുക. എന്നാൽ വായിൽ നിന്നും മനസ്സിൽ നിന്നും മാഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വാമൊഴി കഥയുണ്ട് വസൂരിമാലയ്ക്ക്. ആ കഥയിൽ തുടങ്ങാം നമുക്ക്. എന്താ? പണ്ടൊരു കാലത്ത് നാടിനെ തന്നെ നശിപ്പിച്ച ഒരു പകർച്ചവ്യാധി ഉണ്ടായിരുന്നു, വസൂരി അഥവാ സ്മോൾ പോക്സ്. ആ അസുഖം വന്നവരൊക്കെ മരിക്കുക എന്നല്ലാതെ അസുഖത്തിൽ നിന്നും മോക്ഷം ഇല്ലാത്ത കാലം. ഓരോ വീട്ടിലും ജീവനുകൾ വസൂരി തിന്നുതീർത്തു. അങ്ങനെ വസൂരിയെ ഭയന്ന് നാട്ടുകാരൊക്കെ ജീവിച്ചിരുന്ന കാലം. അങ്ങനെ ഒരു നാളിൽ അവൾക്കും വസൂരി വന്നു. പഴുപ്പിന്റെ കുമിളകൾ നിറഞ്ഞ ശരീരവും നിസ്സഹായതയിൽ മനസ്സ് കൂപ്പുകുത്തി ഒരു സ്ത്രീ. ചുറ്റുമുള്ളവർ ഇതറിഞ്ഞതും ജീവഭയം അവരെ തളർത്തി. വസൂരി വന്ന് നിലതെറ്റി മരണത്തിന് ഇട്ടുകൊടുക്കാൻ അവളെ അവർ ഉൾക്കാട്ടിൽ ഉപേക്ഷിച്ചു. കാലത്തിന്റെ കയത്തിൽ നാടും വീടും അവളെ മറന്നു. ചിലർ അവളെ ശപിക്കപ്പെട്ട ഒരു മനുഷ്യ സ്ത്രീയായി ഓർത്തു. മറ്റു ചിലർ ദൈവലോകത്തിൽ നിന്ന് ശാപമോക്ഷത്തിന് ഭൂമിയിലെത്തിയ ശക്തിയാണവൾ എന്നുപോലും വിശ്വസിച്ചു. കാട്ടിന്റെ കരുണയില്ലായ്മയിൽ മണ്ണോടടിയുമ്പോൾ അവൾ തന്റെ വേദനകൾ നിശബ്ദതയിൽ തിന്നുതീർത്തു. ആ വേദനകൾ പതിയെ കോപം പിന്നെ ശക്തിയായി മാറുന്നതുവരെ. ആ വേദനകൾക്കിപ്പുറവും ജീവിച്ച് കാണിച്ച അവളെ ദൈവശക്തികൾ ഉപേക്ഷിച്ചില്ല. മനുഷ്യർക്ക് ഇനി ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത ഒരു രൂപവും ശക്തിയും അവൾക്ക് നൽകി. ഭയവും ബഹുമാനവും നൽകേണ്ടി വരുന്ന ഒരു രൂപം. അവൾ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, ഭഗവതിയായി, നമ്മുടെ വസൂരിമാലയായി. ഈ അതിജീവന കഥയിൽ വസൂരിമാലയ്ക്ക് സഹോദര തുല്യനായി സഹായത്തിന് ഖണ്ഡകർണൻ ഉണ്ടായിരുന്നതായും കഥയിൽ പറയുന്നുണ്ട്. ആ കഥയിൽ ഖണ്ഡകർണന്റെ തെയ്യക്കഥ പറയുമ്പോൾ ഞാൻ കൂടുതൽ പറയാം. അങ്ങനെ ഒരിക്കൽ കരുണയില്ലായ്മയിൽ കത്തി അമർന്നവൾ മരണത്തിനും ജീവിക്കുന്നവർക്കും ഇടയിൽ ഒരു കവചമായി മാറി. ഭഗവതി രോഗാത്മാക്കളെ വേട്ടയാടി മനുഷ്യന്റെ നിരാശയെ പോഷിപ്പിക്കുന്ന ആ അദൃശ്യ ഭൂതങ്ങളെ അവൾ നശിപ്പിച്ചു. ഭഗവതി നശിപ്പിച്ചു. വസൂരിമാലയുടെ തെയ്യം തിറയാട്ടം വെറും ഒരു നൃത്തമോ പ്രകടനമോ അല്ല, മറിച്ച് തൻ്റെ യുദ്ധവും സ്നേഹവും നാട്ടിലെ ഓരോ മനുഷ്യനോടും അവൾ പറയുകയാണ്, അല്ലെങ്കിൽ കാണിക്കുകയാണ്. വസൂരിമാല വെറും കോപമല്ല, കരുണയും കൂടെയാണ്. സ്വന്തം കഷ്ടതയിൽ അവൾക്കു ലഭിക്കാതെ പോയ കരുണ 1000 ഇരട്ടിയാക്കി അവൾ ഒരമ്മയെപ്പോലെ ഓരോ മനുഷ്യനെയും സംരക്ഷിക്കുന്നു എന്ന് വിശ്വാസം. പനി വന്ന് വ്രണക്കുരു വന്നപ്പോഴും അതല്ല, ഏത് അസുഖം വന്നാലും മരുന്ന് മാത്രമല്ല, വസൂരിമാലയുടെ സ്നേഹവും കാരുണ്യവും കൂടെയാണ് നിനക്ക് രക്ഷ എന്ന് ഭഗവതി നമ്മുടെ കൈപിടിച്ച് ഉറപ്പു തരുന്നു. തിറയാട്ടത്തിലെ ഓരോ ചെണ്ടയടിയിലും തീപ്പൊരി പായലിലും വസൂരിമാലയുടെ കഥ ജ്വലിക്കുന്നു. കഷ്ടതയുടെയും ക്രോധത്തിൻ്റെയും മോചനത്തിൻ്റെയും കഥ. വസൂരിമാല ചുറ്റുമുള്ള കരുണയുടെയും സ്നേഹത്തിൻ്റെയും രൂപത്തിൽ ഭഗവതിയായി നമ്മെ എന്നും കാക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ വാമൊഴി കഥയാണ് എൻ്റെ മനസ്സോട് ഏറെ ചേർന്നിരിക്കുന്നതെങ്കിലും ശൈവപുരാണത്തോടും ഐതിഹ്യമാലയോടും ചേർന്ന് വസൂരിമാലയ്ക്ക് വളരെ പ്രസിദ്ധമായ വേറൊരു കഥ കൂടിയുണ്ട്. അത് ഇങ്ങനെ. ഭദ്രകാളിയുടെ ദാരിക വധത്തോട് അനുബന്ധിച്ചാണ് ഈ കഥ. ഭദ്രകാളി ദാരികൻ എന്ന അസുരനെ കൊന്നപ്പോൾ ദാരികൻ്റെ പത്നിയായ മനോദരിക്ക് അത് ഏറെ ദുഃഖവും ദേഷ്യവും ഉണ്ടാക്കുന്നു. ഈ ദുഃഖവും ദേഷ്യവും സഹിക്കവയ്യാതെ മനോദരി ശിവനെ തപസ് ചെയ്യുന്നു. തന്നെ ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കാൻ വരം ചോദിച്ചുവെങ്കിലും ശിവൻ തൻ്റെ ശരീരത്തിൽ നിന്ന് വന്ന കുറച്ച് വിയർപ്പുകണങ്ങളല്ലാതെ വേറൊന്നും മനോദരിക്ക് നൽകിയില്ല. കയ്യിൽ കിട്ടിയ വിയർപ്പുകണങ്ങളുമായി മനോദരി നേരെ ചെന്നത് ഭദ്രകാളിയുടെ മുന്നിലേക്കാണ്. കയ്യിലുള്ള വിയർപ്പുകണങ്ങൾ അവൾ ഭദ്രകാളിക്ക് നേരെ എറിഞ്ഞു. ഭദ്രകാളിക്ക് വസൂരി വന്നു. ഭദ്രകാളി ഉടനെ തന്നെ മനോദരിയുടെ ക്രോധത്തിൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. എന്നിട്ട് മനോദരിയെ തൻ്റെ അംശരൂപമായി കൂടെ കൂട്ടി. അങ്ങനെ വസൂരിമാല എന്ന ഭദ്രകാളിയുടെ ഉപദേവതയായി മനോദരിയെ ആരാധിക്കപ്പെടുകയാണ്. ഈ കഥയോടും അനുബന്ധമായി
വസൂരിമാലയുടെ സഹോദര തുല്യനായ ഖണ്ഡകർണൻ്റെ കഥയുണ്ട്. അത് ഖണ്ഡകർണൻ്റെ തെയ്യക്കഥയോട് അനുബന്ധമായി ഞാൻ പറയുന്നതായിരിക്കും. കുഞ്ഞായിരുന്നപ്പോൾ വസൂരിമാല തെയ്യക്കോലം കാണുമ്പോൾ ഞാൻ ഏറെ ഭയപ്പെട്ടിട്ടുണ്ട്. ആ വലിയ രൂപവും ഉറക്കെയുള്ള കരച്ചിലും കഥ പറച്ചിലും ചിലപ്പോഴുള്ള ചിരിയും ഒക്കെ എനിക്കെന്തോ ഭയമായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ വസൂരിമാല എന്ന ഭഗവതിയിലെ കഥകളിലൂടെ വസൂരിമാലയെ കാണാൻ തുടങ്ങിയപ്പോൾ വസൂരിമാലയ്ക്ക് മനുഷ്യരോടുള്ള സ്നേഹം പോലെ എനിക്ക് വസൂരിമാലയോടും സ്നേഹം വന്നു തുടങ്ങി. അപ്പോൾ ഇതാ ഈ വർഷത്തെ വസൂരിമാലയുടെ തെയ്യം തിറക്കാഴ്ച കണ്ടോളൂ. ഇതാ ആൾക്കൂട്ടത്തിൽ വസൂരിമാലയ്ക്ക് തുണയായി കൂട്ടായി സഹോദരൻ ഖണ്ഡകർണൻ എത്തിയിരിക്കുന്നു. ആര് വസൂരിമാലയെ കളിയാക്കുന്ന പോലെ ഒരു ശബ്ദമിട്ടാലും ഖണ്ഡകർണൻ മുന്നിലെത്തി ചോദ്യം ചെയ്യും. അത് ഈ തെയ്യത്തിലെ ഒരു കളിക്കാഴ്ച കൂടിയാണ്. തന്നെ കാണാൻ അവിടെ എത്തിയ എല്ലാ മനുഷ്യരോടും വസൂരിമാല അങ്ങോട്ട് ചെന്ന് കുശലം പറയും, കളിയാക്കും. ഇതൊക്കെയാണ് വസൂരിമാലയുടെ കളി വർത്താനങ്ങൾ. ഒന്നും മിണ്ടിയില്ലെങ്കിൽ തൻ്റെ ചെവിയിലോട്ട് ഒന്ന് കൂക്കാൻ പറയും. ആ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. കുഞ്ഞുങ്ങൾ വസൂരിമാലയെ കൂക്കി കളിയാക്കി കൂട്ടുകൂടി ചിരിക്കുന്ന കാഴ്ച. ഇറങ്ങി വന്ന് തന്നോട് മിണ്ടാത്ത പെണ്ണുങ്ങൾ കൂടിയിരിക്കുന്ന മൂലയ്ക്കോട്ട് ഭഗവതി ചെന്ന് അവരോട് കൂക്കി വിളിക്കുന്നതും തിരിച്ചു കൂക്കാൻ പറയുന്നതും ഒക്കെയാണ് നിങ്ങളീ കാണുന്നത്. ഒരു രസമുള്ള കാഴ്ചയാണ്. ദൈവവും മനുഷ്യനും കൂട്ടുകാരെന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്നു, സന്തോഷിക്കുന്നു. അത്തരം കാഴ്ചകൾ. ഈ കാണുന്നതാണ് വസൂരിമാലയുടെ സഹോദരൻ ഖണ്ഡകർണൻ. കളിയും കുസൃതിയും കൂക്കിവിളിയും ഒക്കെ അതിര് കടക്കുന്നുണ്ടെന്ന് ഈ ജ്യേഷ്ഠ സഹോദരനായ ഖണ്ഡകർണന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് വന്ന് എല്ലാവർക്കും വസൂരിമാലയ്ക്കും കൂട്ടുകാരായി ഈ മനുഷ്യന്മാരെയും ഇടയ്ക്കിടെ
താക്കീത് ചെയ്യുന്നത് ഗണ്ഡകർണൻ്റെ ഒരു രസമാണ്. പ്രാർത്ഥനയോടെ ഈ വർഷത്തെ തിറയാട്ടം കഴിഞ്ഞ് പോകുന്ന വസൂരിമാല പിന്നീട് ഭക്തർക്ക് നേരെ ഇരുന്ന് കൈപിടിച്ച് അനുഗ്രഹം പകരുന്ന ജഗദംബിക്ക് മനസ്സ് നിറച്ച് പ്രാർത്ഥിക്കാം.